ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഡിസ്കഷൻ ആയിരുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് at a distance are from a point charges. By definition, it is the work required to bring a unit test charge from infinity to that point without any acceleration. And potential at that point is V equals K into Q by R. K is 1 by 4 pi epsilon naught. This potential ആണ്. സപ്പോസ് ഈ പൊട്ടൻഷ്യൽ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്, പൊട്ടൻഷ്യലിന് പോസിറ്റീവും നെഗറ്റീവുമായ സൈനുകൾ ആപ്ലിക്കബിൾ ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അതല്ലാതെ നെഗറ്റീവ് ആണ്, ബിക്കോസ് ദിസ് വർക്ക് അഗൻസ്റ്റ് ദ അട്രാക്റ്റീവ് ഫീൽഡ്. ഇവിടെ അട്രാക്ഷൻ വരാൻ റിപ്പൽഷൻ വരാൻ ഡിപ്പെൻഡിങ് ഓൺ ദി പൊളാരിറ്റി ഓഫ് ദ സോഴ്സ് ചാർജ്. സി ഒരു പോയിന്റിൽ, ഫോർ എക്സാമ്പിൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ we have a number of charges are there, like Q1, Q2, Q3, Q4, etc. are there. And how we can find out the resultant field at this point P? Let be at a distance R1, it is R2, and this is R3. How we can find out the resultant field? Your answer is by applying superposition principle. The resultant field is a vector sum of the individual field. Electric field intensity is a vector quantity. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ റിസൾട്ടന്റ് ഫീൽഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് മറുപടി പറയുന്നത് റിസൾട്ടന്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഫീൽഡുകൾ എടുക്കുക, അതിന്റെ വെക്ടർ സം എടുക്കുക. സോ ഇറ്റ് ഈസ് സിംപ്ലി ലൈക്ക് ദാറ്റ്. ഈ പോയിന്റിൽ ഈ ഓരോ ചാർജുകളും ദാറ്റ്സ് പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ വരാൻ പോവാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് P due to a number of charges. So now your answer is potential, that is a scalar quantity. So simply take the algebraic summation. അപ്പോൾ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണോ റിപ്പൽറ്റീവ് പൊട്ടൻഷ്യൽ ആണോ നോക്കുക, അതിനനുസരിച്ച് പ്ലസ് സൈൻ ഉപയോഗിക്കണം, മൈനസ് സൈൻ ഉപയോഗിക്കണം, നെഗറ്റീവ് സൈൻ ഉപയോഗിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ആൽജിബ്രൈക് സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഡ്യൂ ടു n നമ്പർ ഓഫ് ചാർജസ്. അപ്പോൾ ഇത് ഓർത്തിരുന്നോളണം, രണ്ടും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. ഫോഴ്സ് വന്നപ്പോഴും ഇത് തന്നെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വന്നപ്പോഴും നമ്മൾ ഉപയോഗിച്ച എന്താണ്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ അത് വെക്ടർ സമ്മേഷൻ ആകാം, ആൾജിബ്രായിക് സമ്മും ആകാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളണം അവിടെ എന്ത് സമ്മാണ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊട്ടൻഷ്യൽ എന്ന ടേം നമുക്ക് കുറച്ച് ഫെമിലിയർ ആയി. ഇനി പൊട്ടൻഷ്യലിൽ നിന്ന് നേരെ പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. We have a charge here, Q coulomb charge. We consider a point P here at a distance R from it. What is the electric potential at that point? അതിന് നമുക്ക് മറുപടി ഉണ്ട്. Electric potential at that point is V equals K into Q by R. This is a work required to bring a unit charge from infinity to that point. So it is K 1 by 4 pi epsilon naught Q into 1 integral the electric field intensity is 1 by 4 pi epsilon naught Q by R squared. അതിന് ഡി ആർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള വർക്ക് കണ്ടുപിടിക്കാൻ ഇ ഡോട്ട് ഡി ആർ എടുത്തു, ഇന്റഗ്രേറ്റ് ചെയ്തു, ഇൻഫിനിറ്റി ടു ആർ. ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിന്റ് ആസ് ക്യൂ കെ ഇൻടു ക്യൂ ബൈ ആർ. ദാറ്റ് ഈസ് 1 by 4 pi epsilon naught Q by R. This is a work required to bring unit test charge from infinity to the point P. So, ഞാൻ കൊണ്ടുവരുന്ന ചാർജ്, let I bring a charge Q0. ഞാൻ Q0 കൂളോമിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. യൂണിറ്റ് ചാർജിനുള്ള വർക്ക് V ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. യൂണിറ്റ് ചാർജിനുള്ളത് അറിയാമെങ്കിൽ Q0 ചാർജിനെ കൊണ്ടുവരാൻ ദാറ്റ് ഇസ്
അപ്പോൾ നിങ്ങൾ എത്ര വർക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q0 ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് കണ്ടുപിടിക്കാൻ യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക്, അതിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാ പറയുക. അതിനെ കൊണ്ടുവരുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഞാൻ Q0 കൂളോം ചാർജിനെ കൊണ്ടുവരികയാണെങ്കിൽ V into Q0. V is the work required to bring unit discharge from infinity to the point P. So to bring Q0 coulomb, the work required is V into Q0. So now your answer is 1 by 4 pi epsilon naught Q0 by R. ഇപ്പൊ ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് Q0 ചാർജിനെ കൊണ്ടുവന്ന് ദേ ഇവിടെ വെച്ചു. എവിടെ? R സെപ്പറേഷനിൽ. ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ നിന്ന് ഇൻഫൈനൈറ്റ് സെപ്പറേഷനിൽ നിന്ന് ഫൈനൈറ്റ് സെപ്പറേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? W വർക്ക് ചെയ്യണം. ആൻഡ് ദാറ്റ് W വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. നമ്മൾ ചെയ്ത വർക്ക് ബോഡിയിൽ സ്റ്റോർ ചെയ്യാണ്. നമ്മൾ M മാസുള്ള ബോഡിയെ H ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്തു against the gravitational field without any acceleration. So that work is stored in the body in the form of potential energy. Similarly, here the electrostatic potential energy is 1 by 4 pi epsilon naught Q0 by R. So that is the expression for electrostatic potential energy. അപ്പോൾ അത് ഓർത്തിരുന്നോളൂ. പൊട്ടൻഷ്യലിനെ കൊണ്ടുവരുന്ന ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ Q1 എന്ന് പറയുന്ന ഒരു ചാർജാണ് നമ്മുടെ സോഴ്സ് ചാർജ്. R ഡിസ്റ്റൻസ് അകലെ P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആൻഡ് ഹിയർ വി ബ്രിങ് Q2 കൂളോം ചാർജ് ഫ്രം infinity to this point. Now the work required is potential 1 by 4 pi epsilon naught Q1 by R. This is the work required to bring unit charge. So to bring Q2 coulomb, the work required is V into Q2. So work required is V into Q2. Now your answer is 1 by 4 pi epsilon naught Q1 Q2 by R. And this work is nothing but the electrostatic potential energy. Energy of a system of two charges. രണ്ട് ചാർജുകളുള്ള ഒരു സിസ്റ്റം. ആരൊക്കെയുണ്ട്? Q1 ഉണ്ട്, Q2 ഉണ്ട്. Q2 ഇപ്പോൾ എവിടെയായി? ഇൻഫിനിറ്റിയിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെയായി. So here we have a system of two charges, Q1 and Q2, separated by a finite distance. ഇനിഷ്യലി എവിടെയായിരുന്നു? ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലായിരുന്നു. ഇപ്പൊ എന്തായി? ഫൈനൈറ്റ് സെപ്പറേഷൻ. അപ്പൊ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലിരിക്കുന്ന രണ്ട് ചാർജുകളെ ഫൈനൈറ്റ് സെപ്പറേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ to assemble two charges from infinite separation to finite separation, we must do a work, and that work is stored in the body in the form of potential energy. So this is expression for electrostatic potential energy of a system of two charges. Now you consider a system of three charges, Q1, Q2, Q3. We have a system of three charges. Okay. This separation is R12, Q1, Q2, and this is R23, Q2, Q3, and this is of course R13. How we can find out the potential energy of a system of three charges? For a system of two charges, it is a work required to assemble the charges from infinite to finite separation. So here we have a system of three charges. How we can find out the potential energy? Again, you can apply superposition principle. The potential energy of this system, okay, plus potential energy of these two systems, plus potential energy of these two systems. Thus we can find out the potential energy of a system of three charges. Let me have a a system having n charges. n ചാർജുകൾ ഉണ്ടെന്നിരിക്കട്ടെ. 2 നിന്ന് 3ലേക്ക് പോയി. ഇനി നമുക്ക് n ചാർജുകളാക്കാം. n can have any value. How we can find out the potential energy of n charges? So there is a simple way to remember. It is എടാ ഇതിൽ ഏത് ടേം വന്നാലും പൊട്ടൻഷ്യൽ എനർജിയുടെ ഏത് ടേം വന്നാലും അതിനകത്ത് എന്ത് കോമൺ ആണ്? 1 by 4 pi epsilon naught. So it is 1 by 4 pi
എപ്സിലോൺ നോട്ട് ഈസ് കോമൺ. ഇനി ആരൊക്കെ വരും ചാർജുകൾ? Q1, Q2, Q3, Q4, Q5, അങ്ങനെ എത്ര ചാർജ്? n ചാർജസ്. സോ സിഗ്മ I equals 1 to n ചാർജുകൾ പോസിബിൾ ആണ്. One more thing, sigma j equals 1 to n qi qj by rij. ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? ഒന്നാമത്തെ ടേം 1/4 എപ്സിലോൺ നോട്ട്. ഐക്ക് പകരം 1 കൊടുക്കാം, ജെയ്ക്ക് പകരം 1 കൊടുത്താൽ Q1 അങ്ങനെ ഒരു സിസ്റ്റം പോസിബിൾ അല്ല. ഒന്നുകിൽ Q1 ഉം Q2 ഉം, അല്ലെങ്കിൽ Q1 ഉം Q3 പോസിബിൾ ആവും, അല്ലെങ്കിൽ Q1 ഉം Q4 ഉം, അല്ലെങ്കിൽ Q1. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു കണ്ടീഷൻ നമ്മൾ ഓർത്തിരുന്നോളണം. I not equal to j എന്ന് പറഞ്ഞാൽ ഐക്ക് നിങ്ങൾ 1 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ j can have any value other than 1. That means suppose ഐക്ക് വരെ നിങ്ങൾ 1 കൊടുത്താൽ ജെയുടെ ഫസ്റ്റ് വാല്യൂ 2 ആണ്. അപ്പോൾ ഒന്നാമത്തെ ടേം അങ്ങോട്ട് എഴുതട്ടെ. 1/4 എപ്സിലോൺ നോട്ട് പറഞ്ഞേടാ. ക്യൂന് ഐക്ക് വരും 1. Q1 ജെയ്ക്ക് 1 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏതാണ്? Q1 Q2 by R12. ഒന്നാമത്തെ ടേം ആയല്ലേ. അടുത്തത് ഇനി ഐയുടെ വാല്യൂ ഏത് കൊടുക്കാം? 2 കൊടുക്കാൻ പോവാണ്. ഐയുടെ വാല്യൂ ഞാൻ 2 കൊടുത്താൽ ജെയ്ക്ക് ഏത് വാല്യൂ പോസിബിൾ ആണ്? 2 ഒഴികെയുള്ള ഏത് വാല്യൂ പോസിബിൾ ആണ്. അങ്ങനെ നിങ്ങൾക്ക് n ടേംസ്. അപ്പോൾ I equal to 1 തീരും. പക്ഷെ ഒരു സംശയം അല്ലേ, ഐക്ക് ഞാൻ 2 എന്ന് കൊടുത്തു. ഒന്നാമത്തെ ടേം നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എഴുതി വെച്ചത് ഐക്ക് ഞാൻ 1 കൊടുത്തു. 1/4 എപ്സിലോൺ നോട്ട് Q1 I not equal to j അല്ലേടാ. ഐക്ക് 1 കൊടുത്തു. Q1 Q2 by R12 plus. Next I is 1 കഴിഞ്ഞാൽ 2 അല്ലേ? Q2 and j is jക്ക് 2 എന്ന വാല്യൂ ഇനി പോസിബിൾ അല്ല, പകരം Q1 കൊടുത്തു ഞാൻ. R21 Rij. ഇതെന്ത് സാധനം? 1/4 എപ്സിലോൺ നോട്ട് Q1 Q2 R12 പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദിസ് സിസ്റ്റം. 1/4 എപ്സിലോൺ നോട്ട് Q2 Q1 by R12 വീണ്ടും അതേ സിസ്റ്റം. അപ്പോൾ ഒരു പ്രശ്നം മനസ്സിലായി അല്ലേ? ഈ ഇക്വേഷൻ ഇതേപോലെ നിങ്ങൾ ഉപയോഗിച്ചാൽ ഓരോ ടേമും എന്ത് ചെയ്യും? ദാറ്റ് ഈസ് ഓൾ റീഅപ്പിയർ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ടേം തന്നെ 2 തവണ വരും. അപ്പം നിങ്ങൾ ഈ ഇക്വേഷനെ ആസ് സച്ച് ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആയി കിട്ടുന്നത് ആക്ച്വലി എന്താണ്? എക്സാക്റ്റ് വാല്യൂവിൻ്റെ 2 ടൈംസ് ആണ്. അപ്പോൾ ഇതിനൊന്ന് കറക്റ്റ് ചെയ്തേടാ. കറക്റ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ ഈ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ഹാഫ് എടുത്താൽ പോരെ. So this is the exact equation to represent the potential energy of a system of 2 charges. 1/2 into 1/4 epsilon naught sigma I equal 1 to n sigma j equals 1 to n qi qj by rij. Condition I not equal to j. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. For a system of 3 charges there are 3 terms Q1 Q2. ഇതൊരു സിസ്റ്റമാണ്, ഇത് രണ്ടാമത്തെ സിസ്റ്റമാണ്, ഇത് മൂന്നാമത്തെ സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സം എടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജ് കിട്ടും. n ചാർജിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്തു. 1/4 എപ്സിലോൺ നോട്ട് QI QJ by RIJ. ഐയുടെ വാല്യൂ എവിടെ നിന്ന് ഇതുവരെ പോസിബിൾ ആണ്? 1 to n. ജെയുടെ വാല്യൂ 1 to n. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഐ ഒരിക്കലും എന്തിന് ഈക്വൽ ആവരുത്? ജെയ്ക്ക് ഈക്വൽ ആകരുത്. അപ്പോൾ ഐ നോട്ട് ഈക്വൽ ടു ജെ. ഇനി നമ്മൾ മനസ്സിലാക്കിയത് ഈ ഇക്വേഷൻ ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ആക്ച്വൽ വാല്യൂവിൻ്റെ എന്ത് കിട്ടും? ഡബിൾ കിട്ടും. അപ്പോൾ എക്സാക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇസ് ദാറ്റ് ക്ലിയർ? സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പോൾ നമ്മൾ 2 ചാർജ്, 3 ചാർജ്, n ചാർജ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തു. പൊട്ടൻഷ്യൽ എനർജി അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ധാരണയുണ്ട് അല്ലേ? നോക്കൂ, some more points. We have
potential difference, electric potential difference between 2 points A and B is negative integral A to B E dot dr. This is the electric potential difference between the points A and B. ഞാൻ ചാർജിനെ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വി ബി മൈനസ് വി എ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാൻ ഹാവ് പോസിറ്റീവ് വാല്യൂ, ഓക്കെ, ഇഫ് വി ബി ഗ്രേറ്റർ ദാൻ വി എ, ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാൻ ഹാവ് നെഗറ്റീവ് വാല്യൂ ഇഫ് പൊട്ടൻഷ്യൽ ഓഫ് ദ പോയിന്റ് ബി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എ. And of course, it can have zero value if VB equals VA. Potential difference between 2 points in a positive value, negative value, zero value. എന്തായാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ ചാർജിനെ കൊണ്ടുപോയത് എ ടു ബിയിലേക്കാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ബി മൈനസ് വി എ ഈക്വൽസ് നെഗറ്റീവ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡി ആർ എന്ന് എഴുതാം. സപ്പോസ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഇ ഡി ആർ എന്ന് എഴുതിയാൽ മതി, ഇ ഡോട്ട് ഡി ആർ. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഈ വി ബി മൈനസ് വി എ ഞാൻ ഡി വി എന്ന് എഴുതി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ബി ആൻഡ് ഡി, ആൻഡ് ദാറ്റ് ഈസ് നെഗറ്റീവ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡി ആർ. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ് അതിനെ വായിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു നിങ്ങൾക്ക് ഇവിടുന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻ എടുത്തു കൊടുത്താൽ മതി. ദാറ്റ് ഈസ് നെഗറ്റീവ് ഇൻ്റഗ്രേഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ. So this is the most important relation. Electric field intensity at a point is a negative gradient of potential. Negative dV by dr, it is read as negative gradient of potential. And the negative sign? Negative sign the indication endana? What is the importance of that negative sign? The negative sign simply indicates that the direction of electric field is along the direction in which potential decreases. So, nikku potential at a point ariyam. The potential at a point is given as 5x squared plus 6x plus 9. അപ്പോൾ പൊട്ടൻഷ്യലിന് ഒരു കമ്പോണൻ്റേ ഉള്ളതെന്ന് മനസ്സിലായി, എക്സ് മാത്രം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡി വി ബൈ ഡി എക്സ് എടുത്തു, ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഡയറക്ഷൻ ഇനി എന്ത് ചെയ്യണം? അതാണ് നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്താണ്? ദ ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് എലോങ് ദ ഡയറക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എലോങ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. The direction of electric field is along the direction in which potential decreases. എന്നൊക്കെ പറയുമ്പോഴത്തേക്കല്ലേ മനസ്സിലാക്കാൻ ഒരു ചെറിയ പ്രയാസം തോന്നുന്നല്ലേടാ? തോന്നോടാ? ഈ വർക്ക് കൂടെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? അല്ലെങ്കിലാണ് കുഴയുന്നത് അല്ലേ? അപ്പം നിങ്ങൾ കൂടെ നോക്കിക്കോണം. ഈ കൊറോണ പോയിട്ട് ഇത് പഠിക്കാമെന്ന് വെച്ചാൽ നടക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ്. നെഗറ്റീവ് സൈൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ പൊട്ടൻഷ്യൽ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലോങ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് പൊട്ടൻഷ്യൽ ഡിക്രീസസ് എന്നാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോവാം. ഇത് ഒരു ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ ആണ്. ഫീൽഡ് ലൈൻസിനെ നമ്മളിതാ ഇങ്ങനെ മാർക്ക് ചെയ്തു. Then we consider 2 points here, point A and point B. നിങ്ങളുടെ ഒന്നാമത്തെ ജോലി, let the electric field intensity at the point A is A and that of B is EB. How these two are related? Equal ആണോ? Equal അല്ലെങ്കിൽ which one is greater? ഫീൽഡ് ലൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നതൊക്കെ. ഫീൽഡ് ലൈൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വി ക്യാൻ റെപ്രസെൻറ്റ് ഇമാജിനറി ഹൈപ്പോത്തറ്റിക്കൽ ലൈൻസ്, ഫീൽഡ് ലൈൻസ്.
The relative separation between the field lines is an indication of electric field intensity. Here at B, the field lines are more closer than at A. അപ്പോൾ ഫീൽഡ് ലൈൻസ് ക്ലോസർ ആണെങ്കിൽ സംശയമൊന്നും വേണ്ട, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഗ്രേറ്റർ ആയിരിക്കും. സോ യു ക്യാൻ റൈറ്റ് ഇ ബി ഈസ് ഗ്രേറ്റർ ദാൻ എ. നൗ അബൌട്ട് ദ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ഈസ് at V and VB respectively. അപ്പം നമുക്ക് പൊട്ടൻഷ്യലിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് പൊട്ടൻഷ്യലിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ ഐഡിയ കിട്ടിയത്. The direction of electric field intensity is along the direction in which potential decreases. പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡിനെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്ന് ബിയിലേക്കാണ് നിങ്ങൾ ഫീൽഡിനെ മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ അതാണ്. The electric field intensity is along the direction in which potential decreases. അപ്പോൾ എന്ന് ബിയിലേക്ക് ഫീൽഡ് ലൈൻസിനെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം A is at higher potential and of course B is at lower potential. എല്ലാം റിലേറ്റീവ് ആണേ. അപ്പം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ബിയിലെ പൊട്ടൻഷ്യൽ എ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും, വേറൊരു പോയിന്റിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലുമായിരിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റും, that is VA is greater than VB. I repeat, the direction of E is along the direction in which potential decreases. ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ ഞാൻ എന്ന് ബിയിലേക്ക് മാർക്ക് ചെയ്താൽ അതിൻ്റെ അർത്ഥം ആ ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ കുറയുന്നു. പൊട്ടൻഷ്യൽ ഏത് ഡയറക്ഷനിലാണോ കുറയുന്നത് അവിടത്തേക്കായിരിക്കണം നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിനെ മാർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഈ എന്താ പറയുക പൊട്ടൻഷ്യൽ എന്ന ടേമിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ഈ ഒരു ഡിസ്കഷനും കൂടി എടുത്ത് ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ്. ദാറ്റ് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. Equipotential. Equipotential surface. എന്തോ ഇക്വിപൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ പൊട്ടൻഷ്യൽ സർഫസ്. കുറച്ചുകൂടി കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു സർഫസ് എടുത്തു, ത്രൂ ഔട്ട് ദാറ്റ് സർഫസ് പൊട്ടൻഷ്യലിന് ഒരു സിംഗിൾ വാല്യൂ ഉള്ളെങ്കിൽ യു ക്യാൻ നെയിം ഇറ്റ് ആസ് എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പം ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എ സർഫസ് വെയർ പൊട്ടൻഷ്യൽ റിമെയിൻസ് കോൺസ്റ്റന്റ് ഓർ യൂണിഫോം, ദാറ്റ് ഈസ് സെഡ് ടു ബി ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പം ഇനി ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഒരു സോഴ്സ് ചാർജ് ഉണ്ട്, പോയിന്റ് ചാർജ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. ഈ ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ക്യൂ ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ കെ ഇൻറ്റു ക്യൂ ബൈ ആർ ആണ്. കെ കോൺസ്റ്റന്റ് ആണ്, സോഴ്സ് ചാർജ് ക്യൂ. ഓക്കെ, പിന്നെ വിയും ആറും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. എന്ന് വെച്ചാൽ സോഴ്സ് ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെ ഞാൻ ഏത് പോയിന്റ് ഏത് ഡയറക്ഷൻ 3 ഡയമെൻഷനിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ അവനെ സ്പേസിലെടുത്ത് എൻ്റെ സോഴ്സ് ചാർജിനെ വെച്ചു, ചാർജിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് ഞാനൊരു സ്പിയർ കൺസ്ട്രക്ട് ചെയ്തു. എന്താണ് കൺസ്ട്രക്ട് ചെയ്തത്? സ്പിയർ കൺസ്ട്രക്ട് ചെയ്തു, ലൈക്ക് ദിസ്. അപ്പോൾ ബൈ ടേക്കിംഗ് സ്മാൾ ആർ ആസ് ദ റേഡിയസ്, ഇഫ് വി കൺസ്ട്രക്ട് എ സ്പിയർ around this point ചാർജിന് ചുറ്റും ഞാനൊരു സ്പിയറിനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ at any point on its surface potential has a single value. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു ധാരണ കിട്ടി അല്ലേ? ക്യൂ ചാർജിൽ നിന്ന് ആറിനെ റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങളൊരു സ്പിയർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പിയറിൻ്റെ സർഫസിലെ എല്ലാ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും, പിയിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് ക്യൂവിലത്, അത് തന്നെയായിരിക്കും ആറിലെ പൊട്ടൻഷ്യൽ. ഏത് പോയിന്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും പൊട്ടൻഷ്യലിന് ഒറ്റ വാല്യൂ ഉണ്ടാവും. So an example for an equipotential surface is the so constructed imaginary sphere that is constructed around a point charge. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഒരുത്തൻ 1.5 ആർ റേഡിയസിൽ വരച്ചു, 2 ആർ റേഡിയസിൽ വരച്ചു, 3 ആറിൽ വരച്ചു, 3.25 വരച്ചു. അപ്പോൾ കോൺസെൻട്രിക് സ്പിയേഴ്സ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് അറൗണ്ട് എ പോയിന്റ് ചാർജ് ആർ എക്സാമ്പിൾസ് ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അത് മനസ്സിലായോ? പോയിന്റ് ചാർജിൽ അതിനെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, കുറേ കോൺസെൻട്രിക് സ്പിയേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ് വെച്ചുകൊണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സ്
സ്പിയേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ കോൺസെൻട്രിക് സ്പിയറും എന്തായിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. പക്ഷേ ഒന്നാമത്തെ സർഫസിലെ പൊട്ടൻഷ്യൽ അല്ല രണ്ടാമത്തെ എന്ന് ആലോചിച്ചോളണം. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഏത് പോയിന്റ് എടുത്താലും പൊട്ടൻഷ്യലിന് ഒരു സിംഗിൾ വാല്യൂ ആണ്. ഇവിടെ എടുത്താൽ അതിനൊരു സിംഗിൾ വാല്യൂ ആണ്. ബട്ട് ദെയർ എക്സിസ്റ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് ആണ്. ദെയർ ദ പൊട്ടൻഷ്യൽ റിമെയിൻസ് സെയിം. പൊട്ടൻഷ്യൽ ഒറ്റ വാല്യൂ ഉണ്ടാവത്തുള്ളൂ. എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ദ കോൺസെൻട്രിക് സ്പിയേഴ്സ് വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് അറൗണ്ട് എ പോയിന്റ് ചാർജ്. ഇനി നിങ്ങളെടുത്ത് ഇതൊരു കണ്ടക്ടിങ് സ്പിയർ ആണ്, കണ്ടക്ടറാണ്. ഈ കണ്ടക്ടിങ് സ്പിയറിനെ എടുത്ത് ഞാൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജസ് എവിടെ കാണുമെന്ന് ചോദിച്ചാൽ അറിയാം, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ചാർജസ് എവിടെ കാണും? സർഫസിൽ കാണും. ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ലൈക്ക് ദിസ് ആൻഡ് ഫീൽഡ് ലൈൻസ് ആർ ഡ്രോൺ ലൈക്ക് ദിസ്. ഫീൽഡ് ലൈൻസിനെ നമ്മൾ വരച്ചു വയ്ക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ സർഫസിന് നോർമലായിട്ടാണ്. ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഫീൽഡ് ലൈൻസ് സർഫസിന് നോർമലായിട്ടാണ് വരച്ചു വയ്ക്കുക. ഇനി കേട്ടോ, ഇതൊരു 6 റേഡിയസ് ഉള്ള ഒരു കണ്ടക്ടറാണ്, സ്പിയറാണ്. എ സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആക്ട് ലൈക്ക് എ പോയിന്റ് ചാർജ്. അപ്പോൾ ഇവൻ്റെ പൊട്ടൻഷ്യൽ എത്രയെന്ന് ചോദിച്ചാൽ K ടൈംസ് Q ബൈ ക്യാപിറ്റൽ R ആകുന്നു. 6 ഡിസ്റ്റൻസ് അകലെ ഏത് പോയിന്റിൽ പോയാലും എന്ന് പറഞ്ഞാൽ സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പം നിങ്ങൾ പറയും അത് കണ്ടക്ടിങ് സ്പിയറിന് മാത്രമല്ലേ ഉള്ളൂ. ഒരു കണ്ടക്ടിങ് ഷീറ്റ് ആണെങ്കിലും സെയിം ആണ്, എല്ലാത്തിനും സെയിം ആണ്. കണ്ടക്ടർ ആണോ അത് ഇലക്ട്രോസ്റ്റാറ്റിക്കലി നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യലിന് ഒറ്റ വാല്യൂ ഉള്ളതെന്ന് വെച്ചാൽ അതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. അതങ്ങനെ ഇപ്പോൾ ഒരാൾക്കൊരു സംശയം, അതൊന്നും അപ്പോൾ അങ്ങനെ വരേണ്ട കാര്യം എന്താണ്? ഇപ്പം ഞാനൊരു പ്ലേറ്റിനെ എടുത്ത് ചാർജ് ചെയ്തു, ആ ചാർജ് വെച്ചു, ഇവിടുത്തെ ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് സർഫസിന് നോർമലായിട്ടേ വരച്ചു വയ്ക്കാൻ പാടുള്ളൂ. ഫീൽഡ് ലൈൻസിനെ സർഫസിന് നോർമലായിട്ടേ ഞാൻ വരച്ചു വയ്ക്കത്തുള്ളൂന്നേ. അതുകൊള്ളാമല്ലോ അല്ലേ, സർഫസിന് നോർമലായിട്ട് ഫീൽഡ് ലൈൻസിനെ വരയ്ക്കാവെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ ഒരാൾ ചോദിക്കും സർഫസ് നോർമൽ അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പം അങ്ങനെ അല്ലെങ്കിലും ഒരാൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരച്ചു വെച്ചു. ഈ ഒരു പ്ലേറ്റ് ചാർജ് ചെയ്തു, പോസിറ്റീവ്ലി ചാർജ് ചെയ്തു, ഒരു പ്ലേറ്റാണ്. ഞാനിവിടെ നിന്ന് ഫീൽഡ് ലൈൻസിനെ ഇങ്ങനെ വരയ്ക്കാവുന്ന ഞാൻ പറഞ്ഞത്, എങ്ങനെ? നോർമലായിട്ട്. അപ്പോൾ ഒരുത്തൻ നമ്മുടെ ക്ലാസ്സിൽ കുരുത്തക്കെട്ടവന്മാരല്ലേ ഉള്ളല്ലേ, അപ്പോൾ ഒരു കുരുത്തം കേട്ടോ ഇങ്ങനെ വരച്ചു വെച്ചു. അവൻ പറയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്താ അങ്ങനെ വരയ്ക്കാൻ വയ്യാത്ത കാര്യം എന്താണ്? വരച്ചാൽ അവന് ഇലക്ട്രിക് ഫീൽഡിന് 2 കമ്പോണൻറ്റുകൾ ഉണ്ടാവും. ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും. അങ്ങനെ ഒരു വെർട്ടിക്കലും ഹൊറിസോണ്ടലുമായ ഒരു കമ്പോണന്റ് ഉണ്ടെങ്കിൽ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇവിടെ ഇരിക്കുന്ന ചാർജിനെ എന്ത് ചെയ്യൂടാ? ഡിസ്പ്ലേസ് ചെയ്യും. ചാർജിന്റെ ഡയറക്റ്റഡ് ഫ്ലോ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്കലി ചാർജ്ഡായ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന് ഒരു കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ ആ കമ്പോണന്റ് എന്ത് ചെയ്യും? ടാൻജൻഷ്യൽ കമ്പോണന്റ് എന്ത് ചെയ്യും? ആ ഇലക്ട്രോണുകളെ ഡ്രൈവ് ചെയ്തോളൂ. എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിന്റെ സഹായമില്ലാതെ ഒരു കണ്ടക്ടറിലൂടെ ചാർജ് ഫ്ലോ പോസിബിൾ ആകും എന്നാണ് എൻ്റെ അർത്ഥം. ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഇല്ലാതെ, EMFന്റെ സോഴ്സ് ഇല്ലാതെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുമ്മാ എടുത്ത് കണ്ടക്ടറിനെ ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. ചാർജിലൂടെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫീൽഡ് ലൈൻസ് എല്ലായ്പ്പോഴും ഫീൽഡ് ലൈൻസ് അങ്ങനെ വരില്ല. പിന്നെ ഫീൽഡ് ലൈൻസിന് എന്തേ ഉള്ളൂ? നോർമലാണ്. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിങ്ങൾ വരച്ചു വെച്ചാൽ, ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ വരച്ച ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു പോയിന്റ് ചാർജ് എടുത്തിട്ട് ഞാൻ അതിന് ചുറ്റും കോൺസെൻട്രിക് സ്പിയേഴ്സിനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫീൽഡ് ലൈൻസിനെ എങ്ങനെ വരയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസിന് ഇങ്ങനെ വരച്ചു വയ്ക്കണം. എങ്ങനെ വരയ്ക്കണം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നോർമലായിട്ട് വേണം ഫീൽഡ് ലൈൻസിനെ വരച്ചു വെക്കാൻ. ക്ലിയർ? അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്നേ, ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, Q എന്ന് പറയുന്ന പോയിന്റ്. എനിക്കൊരു ചാർജിനെ P നിന്ന് Qയിലേക്ക് കൊണ്ടുവരണം. എത്ര വർക്ക് വേണം ഇവിടെ? ഒരു ഫീൽഡിൽ ഒരു പോയിന്റ് നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് വേണം ഇവിടെ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. കണ്ടക്ടറിന്റെ സർഫസിലെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നിങ്ങളൊരു ചാർജിനെ കൊണ്ടുവരികയാണ് നിങ്ങൾ ചെയ്യേണ്ട വർക്ക്. ഫീൽഡിൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്കിനെ that is defined as the potential difference between that two points.
ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാടാ? ഈ പൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. എന്ന് വെച്ചാൽ വർക്ക് ഡൺ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രത്യേകത വർക്ക് റിക്വയർഡ് ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഓർ ക്യൂ ചാർജ് ഫോർ ചാർജ് ഓഫ് എനി മാഗ്നിറ്റ്യൂഡ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഈസ് 0. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ സർഫസ് വേർ ദ പൊട്ടൻഷ്യൽ ഹാസ് എ സിംഗിൾ വാല്യൂ. Potential remains constant throughout that surface. Example, concentric spheres constructed around a point charge. Surface of a charged electrostatically charged conductor. Conductor of any shape is an example for equipotential surface. Electric field lines are drawn normal from an equipotential surface. ഇനിയുണ്ട് no work is required to move a charge from one point to another point through an equipotential surface. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടെ നമ്മുടെ equipotential surface എന്ന ഡിസ്കഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസ്കഷനിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഇത് ഈ ക്ലാസ് ഒന്നുകൂടെ ഒന്ന് കേൾക്കുക, ദെൻ അതിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ദെൻ ലാസ്റ്റ് പോയിന്റുകളെല്ലാം ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് നോട്ട്സ് തയ്യാറാക്കി സെൻഡ് ചെയ്യുക. ഓക്കെ, ബൈ.